ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് അവിടെയാണ് നമ്മൾ കുക്കറിൽ കറിയൊക്കെ സെറ്റ്. ഇതിൽ മുളക് അച്ചാറുണ്ട്. ഈ ഒരു ടൈപ്പാട്ടോ ഇവിടുത്തെ നാരങ്ങ ഉണ്ടാകുന്നത്. ചെറുനാരങ്ങ നമ്മുടെ നാട്ടിൽ ചെറുതല്ലേ, ഇത് വലിയ. ഏതെങ്കിലും ട്രെയിനിലൊക്കെ ഗുവാഹട്ടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ട്രെയിനിലൊക്കെ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകൾ നമുക്ക് ദൃശ്യമാവും. കയറിയിട്ടുണ്ട് കേട്ടോ ബ്രിഡ്ജിൻ്റെ മുകളിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഭാസ്കറിൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നതും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാസ്കറിനെ എങ്ങനെ പരിചയപ്പെട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻപ് നമ്മൾ മജോളി ഐലൻഡിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് ഭാസ്കറിൻ്റെ വീട്ടിൽ ഒരു 5 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ ഭാസ്കറിൻ്റെ വീട്ടിൽ അങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ ഭാസ്കറിൻ്റെ വീട്ടിലുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എങ്ങോട്ടേക്കൊക്കെയോ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഭാസ്കറിൻ്റെ വീട്ടിലാട്ടോ. ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ഭാസ്കറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. രാവിലത്തെ ഫുഡ് ഇതൊക്കെ കഴിഞ്ഞ് ഭാസ്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഭാസ്കറാട്ടോ. ഞാൻ കാണിച്ചു തരാം. 5 കണ്ടോ വെറുതെ ഇരിക്കുന്നത്. ഇത് അടയ്ക്കാണ്, നിന്റെ വാ അടക്ക്. അടക്കയും വെച്ചോണ്ട് ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ എന്താ ഉണ്ടാവുക, അടക്ക ഉണ്ടാവും. പിന്നെ 100 അതുപോലെ തന്നെ വെറ്റിൽ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറാണ്. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും വെറ്റിലടക്കും. ഇവളും ഇങ്ങനെ വെറ്റിലടക്കുന്നത് എൻ്റെ അമ്മൂനെ പോലെ എൻ്റെ എല്ലാ സ്ഥലത്തും തൂക്കിയതായിരിക്കും. അതാണ് ഇവിടെ വഴി. ഇതാ ഇവിടെ ഭാസ്കർ എന്താ തെറിയാ പറഞ്ഞേ? ഞാൻ ടീ കണ്ടി വരും. ഇത് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ചോറും ഉണ്ട്, ഇതിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലാട്ടോ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ദൈവം തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ കറിയൊക്കെ സെറ്റ്. ഒന്ന് ചോദിച്ചേ കറക്റ്റ് ഇതാ വെത്തിലൊക്കെ തിന്നാൻ വേണ്ടി പോവാന്. ചോറ് തിന്നുന്നതിന് മുമ്പും ചോറ് തിന്നതിന് ശേഷം വെത്തിലെന്താണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ വീട്ടിലിങ്ങനെ കുറേ അച്ചാറ് പാത്രങ്ങൾ കാണാൻ പറ്റും. ഇതിൽ മുളക് അച്ചാറുണ്ടോ? മുളക് അച്ചാറല്ലേ? ഇത് കണ്ടോ, ഈ മുളകില്ലേ എനിക്ക് തിന്നു കഴിഞ്ഞാൽ മാതിരി ഇതിലെ കൂടെ ഒക്കെ പുക പറക്കാം. അമ്മാതിരി സാധനം ഇത്. അതുപോലെ കുറേ ടൈപ്പ് അച്ചാറുണ്ട് കേട്ടോ. നമ്മളെ ഇത് വേറൊരു ടൈപ്പ്. ഇവിടെ എന്തായിരുന്ന പേര് അല്ല, ഇത് വേറെ ഇവിടെ തന്നെ ഉണ്ടാകുന്നൊരു സാധനം. പിന്നെ അതുപോലെ ഈ ഒരു അച്ചാറ് നമ്മുടെ വഴിയരികെ കാണൂലേ, ബെറില്ലേ, ഇന്ത്യൻ ബെറ് എന്ന് പറയുന്നത്, നമ്മുടെ പുളിയച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്, അത് വെച്ചിട്ട് ഉണ്ടാക്കിയ അച്ചാറാട്ടോ ഇത്. കുറേ ടൈപ്പ് അച്ചാറൊക്കെ ഉണ്ട്. ഈ നമ്മളെ മുളകിൻ്റെതും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള കുറേ അച്ചാറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇവരെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതൊക്കെ അടിപൊളി. ഇങ്ങനെ നമുക്ക് ചോറുണ്ടാക്കി തന്നിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ മുറം അരി ഇതാക്കുന്നല്ലേ? അരിയല്ലോ, അതിനേനു മുറം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗത്തിൽ ഇവൻ ചോറുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഭാസ്കറിൻ്റെ വഴി ഇവിടെ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകട്ടെ. നമ്മൾ സൈക്കിൾ വെച്ച സ്ഥലത്തേക്ക്. എൻ്റെ അവിടുന്ന് സൈക്കിളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി ആൾക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിനാണ് പോകുന്നത്. പോകുന്ന ആഴ്ചകളൊക്കെ കാണാം. രാവിലെ മുതൽ ഇവിടെ മഴയായിരുന്നു കേട്ടോ. ഇന്നലെയും മഴയായിരുന്നു, നല്ല മഴയായിരുന്നു, രക്ഷയില്ല. ഇവിടുത്തെ നാരങ്ങയൊക്കെ കണ്ടോ, അതാ ഈ ഒരു ടൈപ്പാട്ടോ ഇവിടുത്തെ നാരങ്ങ ഉണ്ടാകുന്നത്. ചെറുനാരങ്ങ നമ്മുടെ നാട്ടിൽ ചെറുതല്ലേ, ഇത് വലിയൊരു ടൈപ്പ് ഉണ്ടാവുക. ഇത് വെച്ച് ജ്യൂസൊന്നും അടിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 5 ബാഗ് ഇട്ടിട്ട് നടക്കുക. നമ്മളിനി ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. കാലാവസ്ഥ എങ്ങനെയുണ്ട് അഞ്ചു? നല്ല മഴയല്ലേ? അഞ്ചിനെ നോക്കിക്കേ, മുടിയൊക്കെ വെട്ടിയിട്ട്, മുടിയൊക്കെ വെട്ടി സുന്ദരമായിട്ട് നടക്കുന്നുണ്ട്. നിന്നെ പിടിക്കാൻ വന്നിട്ട് നമ്മളങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് പോവാട്ടോ. അഞ്ചിരിക്കുന്ന കണ്ട ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാറ്റു ഒക്കെ കണ്ടു വെച്ച്. ഇതൊരു പാർക്കാറ്റാന്ന് തോന്നുന്നു, മൈതാനാറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഓട്ടോയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. 40 രൂപയാട്ടോ. അവൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. മഴ ആയതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഇവിടെ നമ്മുടെ ആസാമിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനത്തെ ആയിരിക്കും. വെയിൽ വന്നാൽ ഒരുമാതിരി കാലാവസ്ഥയാണ്.
ഇവിടെ രാവിലെ ആൾക്കാർ ഫുഡ് കഴിക്കൂല അല്ലേ? ഇവിടെ രാവിലെ ചായയും എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ് പോലെ എന്തെങ്കിലും സാധനമാണ് ഇവിടെ രാവിലത്തെ ഫുഡായിട്ട് കഴിക്കുന്നത്. ഇത് ഉച്ചക്ക് പിന്നെ കിട്ടുന്നതാണ് ചോറും പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ ഒക്കെ. ആ ഒരു സാധനമാണ് ഇവർ ഉച്ചക്കൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. 11:30 കേട്ടോ ട്രെയിൻ. ഇപ്പം 11 മണി ആവാറായിട്ടേ ഉള്ളൂ. അങ്ങനെ ഓട്ടോ ഒക്കെ ഇറങ്ങി നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാ? നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഒന്നും കഴിക്കാനില്ലേ? അതെന്താ? ഇവിടെ കടകളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. 11:30 ട്രെയിൻ. ഇപ്പം 11 മണി ആവുന്നേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. ട്രെയിൻ വരുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? ഇറ്റിനാനഗറിന്ന്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതായത് ഇറ്റിനാനഗർ എവിടെയാ? അരുണാചലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ട്രെയിൻ വരുന്നത്. നമുക്കെന്താ അബദ്ധം പറ്റിയത്? ഞങ്ങൾ ട്രെയിനിൻ്റെ സീറ്റുകളൊക്കെ ഞാൻ നോക്കിയില്ല കേട്ടോ. ജനറൽ ഉണ്ടോ സ്ലീപ്പറാണോ അതൊന്നും നോക്കിയില്ല. വരുന്ന ട്രെയിൻ മൊത്തം സ്ലീപ്പർ മാത്രമേ ഉള്ളൂ ട്രെയിനിൻ്റെ അകത്ത്. വേറെ ഒരു കോച്ചും ഇല്ല. ഫുൾ സ്ലീപ്പർ കോച്ച് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ കയറുന്നറിയില്ല. ഇവിടുന്ന് ടിക്കറ്റ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം വരെ ടിക്കറ്റ് കിട്ടില്ലേ? രാവിലെ ഒരു 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറാനേ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, കേരളത്തിൽ നിന്നൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ട്രെയിനിൽ കയറിയിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്, TTRനോട് ചോദിക്കാനാട്ടോ പറയുന്നത്. എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ എന്താണെന്നറിയില്ല. ട്രെയിൻ വരാൻ ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് TTRനോട് തന്നെ ചോദിച്ചു നോക്കാം. കുറേ ആൾക്കാരുണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഡിബ്രുഗറിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഒന്നും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ജനറലാന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. ഇവിടുത്തെ ആൾക്കാർ തന്നെ. നമുക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പോട്ടെ നോക്കാം. ഇവിടുത്തെ ആൾക്കാർ തന്നെ അബദ്ധം പറ്റിയിട്ട് വന്നിരിക്കുക കേട്ടോ. എന്തായാലും നോക്കി നോക്കാം. നമ്മളങ്ങനെ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഓരോ വ്യൂവും കണ്ടുകൊണ്ട് പോവുകയാണ്. TTR ഇതുവരെ വന്നിട്ടില്ല. TTR വന്നു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിക്കൊന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ TTR വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ എന്നൊക്കെ അറിയുള്ളൂ. ഫുള്ള് കാലിയാണ്. പക്ഷേ ഇവർ ടിക്കറ്റ് അവിടെ നിന്ന് കൊടുക്കുന്നുമില്ല അല്ലേ? വ്യൂ ഉണ്ട് ഇവിടുത്തെ. മഴക്കാറും ഇവിടുത്തെ പാടങ്ങളുമായി കാണുന്നത്. ഇവിടുത്തെ കാഴ്ച കണ്ടോ? വലിയ നിരപ്പ് പോലെ വയലിങ്ങനെ കാണാൻ പറ്റും കുറേ ദൂരം വരെ. അവിടെ നമ്മളെ പശുക്കളെയും അങ്ങനെയൊക്കെ സാധനമൊക്കെ കെട്ടിയിട്ടതൊക്കെ കാണാനും സാധിക്കും. ഇവിടെ പുല്ലിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് വീടുകളൊക്കെ അങ്ങാട്ടോ കാണാൻ പറ്റുക. അങ്ങ് സൈഡിലായിട്ട് കുറേ വീടുകളൊക്കെ കൂടിയിട്ട് ഗ്രാമം പോലെയൊക്കെ ആയിട്ട് അവിടെയാണ് കാണാൻ സാധിക്കുക. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഫുള്ളിങ്ങനെ വയൽ പച്ചപ്പായിട്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ അരുണാചൽ വരുന്നത്. ഈ മലയുള്ള പ്രദേശം മൊത്തം അരുണാചലാട്ടോ. ഇവിടെയാണ് ഗ്രാമങ്ങൾ. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മുഴുവനും വീടുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഇപ്പം മഴയായതുകൊണ്ടോ കേട്ടോ പച്ച നിറത്തിൽ ഇങ്ങനെ പച്ചപ്പായിട്ട് കാണുന്നത്. നമ്മളെ കേരളത്തിൻ്റെ ഒരു വഴി കൂടി പോകുന്ന പോലെ തന്നെ ഒരു ഫീലില്ലേ? ഒരപ്പോൾ നോക്കിയാൽ സൈക്കിളിലൊക്കെ പോകുന്നത്. ഇങ്ങനെ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഈ ആസാമിൽ വന്നാൽ കാണാൻ പറ്റും. ഈ ഒരു പാലം കണ്ടോ? ഇത് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകാണ്. പക്ഷേ ഗ്രാമം കാണിക്കാൻ പറ്റില്ല. ഫുള്ള് മുളക്കാടുകളാട്ടോ കാണുന്നത്. നേരത്തെ ഗ്രാമം വിസിബിളായിരുന്നു. ഇപ്പോൾ ഫുള്ള് മുളക്കാടുകളാണ് കാണുന്നത്. ഇവിടെ ഇതൊക്കെ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന പാലങ്ങളാണ് കാണുന്നത്. ഉള്ളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മൾ ബോഗിബിൽ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട് ഇവിടെ. സെക്കൻഡ് ലാർജസ്റ്റ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇതിൻ്റെ സൈഡിലുള്ള ചെറിയ കടകളൊക്കെ കേട്ടോ. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ആയിട്ട് നീളമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. ബ്രഹ്മപുത്ര നദി കേട്ടോ കാണുന്ന മുഴുവനും. അപ്പുറത്താണ് മെയിൻ ഹൈവേൻ്റെ ബൾബാണ് കാണുന്നത്. ചെറിയൊരു റോഡാണ്. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക്
ബ്രഹ്മപുത്രനെ കാണാൻ പറ്റും. അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ പോകുന്ന വഴിയാണ് ഇത്. ശരിക്കും ഞാൻ കൂടെ പോകുന്നതാണ്. ഇങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ നടുക്കൂടി ഇങ്ങനെ പോകുന്ന കേട്ടോ ബ്രഹ്മപുത്രൻ്റെ. അതിനപ്പുറമാണ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. ഇതൊക്കെ ഈ പാലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാട്ടോ ബ്രിഡ്ജിൻ്റെ നമ്മളെ റോഡ് പോകുന്ന ബ്രിഡ്ജാണ് മുകളിൽ കാണുന്നത്. നമ്മൾ ട്രെയിന് താഴെ കൂടി ആട്ടോ, താഴെ കൂടി വേറൊരു ബ്രിഡ്ജുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ബ്രഹ്മപുത്രൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മുങ്ങി പോകും കേട്ടോ. നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ ബ്രിഡ്ജിൻ്റെ മുകളിൽ. ഫോണ് റിസ്ക് ആണ്. എങ്ങനെ വെച്ചാൽ ഫോണ് പോയാൽ എനിക്കൊന്നും കിട്ടൂല. ആസാമിൻ്റെ നമ്മൾ അങ്ങ് മുതൽ ഇങ്ങനെ വരെ ഈ ഒരു ബ്രഹ്മപുത്ര കേട്ടോ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യുക, പിന്നെയും കയറുക, ക്രോസ് ചെയ്യുക, പിന്നെയും കയറുക, അങ്ങനെയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ട്രെയിൻ മിസ്സായി. ശരിക്കും പോകേണ്ടത് ഈ ട്രെയിൻ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി കയറിയ ട്രെയിൻ തന്നെയാണ് പോകുന്നത്. ഈ ന്യൂട്ടൻസൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. അതിനുശേഷം മലയാളി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ആ ഒരു വഴിക്ക് പോകുമ്പോൾ കണ്ട തേയിലത്തോട്ടാണിത്. ഫുള്ള് തേയിലത്തോട്ടാണ് ട്രെയിനിൻ്റെ ഭാഗത്ത് വരുന്നത്. ഫുള്ള് തേയിലത്തോട്ടം. എത്രയാ ഇത് വരെ നീണ്ട് നിവർന്ന് കിടക്കാണ്. പോയാൽ കാണാൻ പറ്റുമോ എവിടെയെങ്കിലും? തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ട്രെയിനിലൊക്കെ. ആസാമിൽ മാത്രമാണ് ഇത് സാധ്യമായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ഏതെങ്കിലും ട്രെയിനിലൊക്കെ ഗുവാഹട്ടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ട്രെയിനിലൊക്കെ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകൾ നമുക്ക് ദൃശ്യമാവും. ഫാക്ടറി ഉണ്ട് തേയിലത്തോട്ടം ഫാക്ടറി. ഇവിടുത്തെ ഇത് കണ്ടോ, ആൾക്കാർ ഉള്ളിൽ കൂടെയൊക്കെ കിടക്കും. റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്ത് പോലീസുകാരൊക്കെ നിൽക്കുക, ഈ ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ പേര് ക്രോസ് ഇല്ലാത്തതുകൊണ്ട്. അതാ റെയിൽവേ ട്രെയിൻ ഫുള്ള് സ്ലോ ആട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഇതുവരെ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ആട്ടോ നമ്മളെത്തിയിരുന്നത്. ന്യൂ ടെൻസിക്കിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കാട്ടോ ഇറങ്ങുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് അരുണാചലിലേക്ക് പോകാം അല്ലേ? മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡിങ് ഉള്ള വെറൈറ്റി പ്ലാനിങ് ഒക്കെ ആയി ഞങ്ങൾ ഇതാ പോവുകയാണ്. ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് പോകുന്നത്. ഞങ്ങളങ്ങനെ ടിൻസുക്കയിൽ ഇറങ്ങിയിട്ട് തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാ? അരുണാചലിലേക്കാന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ ബസ്സും ഒന്നുമില്ല കേട്ടോ. ഇനി ബസ്സൊക്കെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകണം. എന്താ ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള നോക്കണം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ടെൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എവിടെയാണ് ടെൻ്റ് അടിക്കാൻ പോകുന്നത്, എങ്ങനെയാണെന്നൊക്കെ. ഏതെങ്കിലും വണ്ടി കിട്ടുമോ എന്ന് നോക്കാം, ലിഫ്റ്റും അടിച്ച് നോക്കാം. ഒരു ബസ്സിലാണുള്ളത്. അയ്യോ, ലിഫ്റ്റ് അടിക്കാൻ നോക്കിയിട്ട് ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല, അവസ്ഥയാണ്. കാരണം ഇത് മെയിൻ സിറ്റി അല്ലേ, മെയിൻ സിറ്റി ആയതുകൊണ്ട് സൗണ്ട് ഉള്ളത് കൊണ്ട് ഒന്നും കേൾക്കാൻ വയ്യ. ഇനിയിപ്പോൾ സിറ്റി ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വേറൊരു ബസ് കയറിയിട്ടുണ്ട്, നംസേ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഗോൾഡൻ പക്കോട എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ദുംദുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മളെ ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ആയിട്ടാണ്, 20 കിലോമീറ്ററാണ് ബോർഡറിലേക്കുള്ളത്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുക കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുന്നു. പക്ഷേ ഇതൊരു സിറ്റി ടൈപ്പാണ്, അല്ല ടൗൺ ടൈപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ജനങ്ങളും സൗണ്ടും വണ്ടികളും അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരെ ബസ് കിട്ടിയുള്ളൂ, അങ്ങോട്ടേക്ക് ബസ്സും കിട്ടിയില്ല. ഇനി എന്താക്കുമെന്ന് അറിയില്ല. അവിടെ എത്തിയാലും രാത്രിയാകും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് തോന്നിയതിനെ കൊണ്ട് ഇവിടെ എവിടെ നിൽക്കാൻ വിചാരിച്ച്
ഫൈനലി നമ്മൾ ഇവിടെ ഒരു ഡോൺ ബോസ്കോ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ വന്ന് നമ്മൾ ചോദിച്ചിട്ട്, ഇവിടെ കണ്ടോ, ഇത് ഒരു ഗ്രൗണ്ടാണ് ഈ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ. അപ്പോൾ അവിടെ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ട്, പള്ളിൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കിട്ടി കേട്ടോ. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് അവിടെയാണ് നമ്മളുള്ളത്. കുക്ക് ചെയ്യാനുള്ളൊരു സാധനം ഇല്ല കേട്ടോ നമ്മളടുത്ത്. അഞ്ചിരിക്കും നോക്കിയാൽ പൂച്ചക്കുട്ടീനെ പോലെ മ്യാവ് പറ കണ്ടോ, പൂച്ചക്കുട്ടീനെ പോലെ ടെൻറ്റിനുള്ളിൽ പതുങ്ങിയിരിക്കുക കേട്ടോ അഞ്ചു. ഇനി ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ കേട്ടോ പോകുന്നുള്ളൂ. കുക്ക് ചെയ്യാൻ സാധനം ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇത് കറക്റ്റ് ടൗണിൻ്റെ ഈ ഒരു സൈഡിലാണുള്ളത്. ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഭയങ്കര സേഫാണ്. പിന്നെ നമ്മളോട് ഇവരോട് സംസാരിച്ചിട്ടാട്ടോ എല്ലാം റെഡിയായത്. ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ ഇവിടെ കേട്ടോ ടെൻ്റ് അടിച്ചത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇതുവരെ ഗ്രൗണ്ടാണ്, പ്ലേ ഗ്രൗണ്ടാണ്. അതിന് സൈഡിലാട്ടോ, ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് ടെൻ്റൊക്കെ അടിച്ചത്. ഇത് പാക്ക് ചെയ്ത് രാവിലെ തന്നെ വേഗം പോകണം കേട്ടോ. പള്ളിയിൽ നമ്മളെ അച്ഛന്മാരൊക്കെ മലയാളികളാണ്, അവർ ചർച്ചിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ പാളാണ്, റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു റെയിൽവേ പാളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അറ്റത്ത് ദിബുഗാറിൻ്റെ ഇപ്പുറവും ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നൊരു റെയിൽവേ ട്രാക്കാണ്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അരുണാചൽ ബോർഡറിൻ്റെ അടുത്ത് വരെ ഈ റെയിൽവേ ട്രാക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ലാസ്റ്റ് റെയിൽവേ റൂട്ട് എന്ന് പറയാൻ പറയും, മറ്റേ നമ്മളെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ റെയിൽവേ റൂട്ട് എന്ന് പറയാൻ പറ്റും. ഇവിടെയൊക്കെ രാവിലെയൊക്കെ മാർക്കറ്റായിരിക്കും. രാവിലെ ഒരു 6:30 ട്രെയിനുണ്ട്, പിന്നെ 8 മണിക്ക് തിരിച്ചൊരു ട്രെയിനുണ്ട്. ആ 2 ട്രെയിനല്ലാണ്ട് വേറൊരു ട്രെയിനും ഇല്ല കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാസ്കറിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഞാൻ സൈക്കിൾ വെച്ച സ്ഥലത്തേക്ക് ചമ്പക്കിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്നായിരുന്നു പ്ലാനൊക്കെ മാറിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ അടുത്ത എന്താണെന്നായിരിക്കും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.